അതേസമയം തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞത് ഹൃദയാഘാതം മൂലമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം രാത്രി കർണാടകയിലെ ബന്ദിപ്പൂർ രാമപുര ആന ക്യാമ്പിലെത്തിച്ച കൊമ്പൻ പുലർച്ചെയാണ് ചരിഞ്ഞത്. മയക്കുവെടി വെക്കുന്നതിന് മുമ്പ് ആനയ്ക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വയനാട്ടിലെ മാനന്തവാടി നഗരത്തിൽ ആശങ്ക വിതച്ച തണ്ണീർക്കൊമ്പനെ 18 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് മയക്കുവെടി വെച്ച് പിടികൂടിയത്. 2 ആഴ്ച മുൻപ് കർണാടക വനം വകുപ്പ് പിടികൂടി കോളർ ID ഘടിപ്പിച്ച് വനത്തിലേക്ക് വിട്ട തണ്ണീർക്കൊമ്പനാണെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. അതിനാൽ കർണാടക ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിലെത്തിച്ച് പരിശോധനകൾ പൂർത്തിയാക്കി ആനയെ കാട്ടിലേക്ക് തന്നെ തുറന്നുവിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വനം വകുപ്പ്. ഇതിനിടെയാണ് ആന ചെരിഞ്ഞത്. കേരളത്തിലെയും കർണാടകയിലെയും ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതോടെയാണ് മരണകാരണം സംബന്ധിച്ച കൂടുതൽ വ്യക്തതയുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ബന്ദിപ്പൂരിൽ എത്തിച്ച ശേഷം ചെരിഞ്ഞ ആനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ അധികൃതർ വെറ്റിനറി സർജന്മാരുടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. ആനയ്ക്ക് മയക്കുവെടി ഏൽക്കുന്നതിന് മുൻപ് ശരീരത്തിൽ മുഴയുണ്ടായിരുന്നുവെന്നും ഇത് പഴുത്ത നിലയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആനയുടെ ലിംഗത്തിനും മുറിവുണ്ടായിരുന്നു. ഞരമ്പിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞിരുന്നു. എന്നാൽ സമ്മർദ്ദത്തെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. ന്യൂസ് 18 വയനാട്.